ഹലോ പെറ്റ് ലവേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ശരിക്കും നമ്മുടെ തമ്പനയിൽ കണ്ടുപോയവർക്ക് മനസ്സിലായിണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലത്തെ ആൾക്കാർക്കും, വാട്സപ്പ് ഗ്രൂപ്പിലത്തെ ആൾക്കാരും നമ്മുടെ വ്യൂവേഴ്സാണ്, അവർക്കും കാര്യം അറിയാം. ഞാനിന്ന് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടുണ്ടായില്ല. സംഭവം വേറെ ഒന്നുമല്ല കേട്ടോ, നമ്മുടെ ടോമിച്ചന് പിന്നെയും ഇത്തിരി സീനായി. ഇന്നലെ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ആകെ കയ്യിൽ നിന്ന് പോയി എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും പറയണമെങ്കിൽ ആ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അതിന് മുന്നേ ബാക്കിയുള്ള മക്കളെ കാണിക്കട്ടെ കേട്ടോ. നമ്മുടെ ഡോബ്രുവിന്റെ ഇപ്പോൾ ഏകദേശം ചെള്ളുപനിയുടെ ഏകദേശം ഓക്കെ ആയി വരുന്നുണ്ട്. പിന്നെ വിക്കിമോനും ഏറെക്കുറെ ഓക്കെ ആയി വരുന്നുണ്ട്. ഇപ്പൊ അവനെ നമ്മൾ ഗ്രൂം ചെയ്ത് അന്ന് നമ്മള് റിവെഞ്ച് ചെയ്യാനായിട്ട് പോയതിന്റെ ഇതില് ഗ്രൂം ചെയ്ത് നല്ല ഉഷാറ് പയ്യനാക്കി. മമ്മി പറഞ്ഞു കേട്ടോ, മമ്മിക്ക് ആ ഗ്രൂമിങ് ഭയങ്കര ഇഷ്ടമായി. കാരണം വെച്ചാൽ നല്ല വൃത്തിയിലാണ് ആ പെറ്റ് ഫോക്കസ് എന്ന് പറഞ്ഞ ടീം ചെയ്തത്. അടിപൊളി ഗ്രൂമിങ് ആണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഇപ്പോൾ ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഇന്നലെ നമ്മുടെ ഇഷക്കുട്ടിക്ക് ഇന്നലെ മോഷനിൽ ഇച്ചിരി ബ്ലഡ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേഗം തന്നെ ഡോക്ടറെ വിളിച്ചു, മെഡിസിൻസിന്റെ കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ മെഡിസിൻ കൊടുത്തു. ഇപ്പോൾ നിലവിൽ കുഴപ്പമില്ല, ബ്ലഡ് ഒന്നും പോകണില്ല. ഇപ്പോൾ മഴക്കാലമാണ്, എല്ലാവരും നല്ല രീതിക്ക് ശ്രദ്ധിക്കുക മക്കളെ. ഒരു 5-ൽ കൂടുതൽ മക്കൾ ആരെങ്കിലും വീട്ടിലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ല രീതിക്ക് തന്നെ നോക്കണം. അവരെ ആ കുഞ്ഞുങ്ങളെ അവിടെ ഇട്ടിട്ട് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അങ്ങനെ ചെയ്യരുത്. ഒരാളെ നോക്കാനായിട്ട് വെച്ചിട്ടെങ്കിലും അങ്ങനെ ചെയ്യുക. കാരണം മഴക്കാലമാണ്, അസുഖങ്ങൾ പെട്ടെന്നായിരിക്കും വരാം. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിൽക്കില്ല, അതുപോലെ ആയിരിക്കും, പെട്ടെന്ന് സ്പ്രെഡ് ആവും മഴക്കാലമായ കാരണം. പാർവോ, ഡിസ്റ്റംബർ, അങ്ങനെ വേണ്ട ചെള്ളുപനിയാണ് മെയിൻ. അങ്ങനെ വേണ്ട എല്ലാ അസുഖങ്ങളും ഇപ്പോൾ നിലവിൽ മഴക്കാലത്ത് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറെ മെയിൻ ആയിട്ടൊരു കാര്യം, നമ്മുടെ ഗോപുട്ടന്റെ വീലിനെ പറ്റിയിട്ട് ഇന്നലെ താഴെ കമന്റ് കണ്ടിരുന്നു. അവന്റെ വീലിന്റെ ഇതില് അവന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ അത് കുറച്ചൊന്ന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റിന്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു. ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് അല്ല പ്രശ്നം, ഹൈറ്റ് കറക്റ്റ് ആണ്. കുഞ്ഞിന് പേടിയുള്ള കാരണം കൊണ്ടാണ് കേട്ടോ. നമ്മുടെ ഗോപുട്ടിന് പേടിയുള്ള കാരണം നമ്മള് ഇപ്പോ എല്ലാരും കൂട്ടിലാക്കി നമ്മുടെ ഗോപുട്ടിനൊക്കെ കേജിൽ എന്താ പറയുക കെട്ടിയിട്ടൊക്കെയാണ്. കാരണം വേറെ ഒന്നല്ല, നമ്മുടെ ടോമിച്ചനെ അന്റെ റൂമിലാണ് ആക്കിയേക്കണേ. അപ്പോൾ ടോമിക്ക് ഇപ്പൊ നിലവിൽ വേറെ ആരും അതിന്റെ അടുത്തേക്ക് പോണത് ഇച്ചിരി റിസ്ക് ആണ്, ചിലപ്പോൾ ആ ഇൻഫെക്ഷൻ പകരാം. അത് കാരണം കൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് ആക്കിയത്. നമ്മുടെ ടോമിച്ചനെ കാണാം. ടോമിച്ചന്റെ അടുത്തത് നമ്മുടെ മമ്മി ഇരിപ്പുണ്ട് കേട്ടോ. അതെ, ഇതാണ് അവസ്ഥ. മമ്മിയ എന്തിപ്പോഴത്തെ ഇതില് എന്താണ് മമ്മിക്ക് പറയാനുള്ളത് ടോമിച്ചന്റെ? അതെ, ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഒരു 1 മണി 1:30 നേരത്ത്, പുലർച്ചെ 1 മണി നേരത്താണ് കുഞ്ഞിന് 1 മിനിറ്റ് 1 മണി 1:30 നേരത്താണ് ഭയങ്കരമായിട്ട് ഫിക്സ് വന്നു. ഫിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് തെറിച്ച് പോണ തരത്തില് ഉള്ള ഫിക്സ് ആയിരുന്നു. ഭയങ്കരമായിട്ട് ഇവനെ കൺട്രോൾ ചെയ്യാൻ കിട്ടിയിട്ടുണ്ടായേ ഇല്ല, കയ്യിൽ പിടിക്കാൻ പറ്റണില്ല. അതില് കയ്യിൽ പിടിച്ചത് തന്നെ മോഷനും പോവും, അതുപോലെ യൂറിനും പോവും. ആകെ സീനായി. അങ്ങനെ ഒരു തുടർച്ചയായിട്ട് ഒരു 5 മണി 5:30 വരെ ഫിക്സ് തന്നെയായിരുന്നു അവന്. ഫിക്സും അതുപോലെ കുറെ ബുദ്ധിമുട്ടുകൾ അവൻ കാണിക്കുന്നുണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് വേണമെങ്കിൽ പറയാം, നമ്മളെ ഡോക്ടറെ നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടി. വിളിച്ചപ്പോൾ ആള് പെട്ടെന്ന് ഫോൺ എടുത്തു, കാര്യങ്ങൾ ചോദിച്ചു, വേഗം തന്നെ മെഡിസിൻസ് അയക്കി. ഞാൻ അത്രയും നേരം ഉറങ്ങാത്ത കാരണം കൊണ്ട് ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ കിടന്നുറങ്ങിയിട്ട് ഒരു 8 മണി 9 മണി ആയപ്പോൾ എണീച്ചിട്ട് വേഗം പോയി മെഡിസിൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. കൊടുത്ത കാരണം കൊണ്ടാണ് അവനിപ്പോ നിലവിൽ ഇപ്പൊ ഇങ്ങനെ കിടക്കാൻ പറ്റണം. ഇല്ലെങ്കിൽ ഇങ്ങനെയല്ല, വായന്നൊക്കെ നിറച്ച് പതയും കാര്യങ്ങളൊക്കെ വന്ന് ആകെ സീനായിരുന്നു ഇന്നലെ. സീൻ എന്നൊക്കെ പറയണെങ്കിൽ മമ്മി കണ്ടിട്ടുണ്ടായില്ല, ഞാനാ കണ്ട. എനിക്കത് കണ്ടപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ കയ്യും കാലും തളർന്നു പോയി. അതേപോലത്തെ അവസ്ഥയിലായിരുന്നു. അത്രയും നമുക്ക് ശരിക്കും പറഞ്ഞാൽ പേടിയാവും ഇവന്റെ ഒരു ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്തായാലും നാളെ എറണാകുളത്തേക്ക് പോവാണ്. ഇവന് ജസ്റ്റ് ഒന്നൊരു ഡോക്ടറെ കാണിക്കണം. ഡോക്ടർ പറഞ്ഞിട്ടുള്ള ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന് ഡിസ്റ്റംബർ വന്നു പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 മാസമായിട്ടുള്ളൂ കിട്ടിയിട്ട്. അപ്പോൾ ഡിസ്റ്റംബർ വന്ന് പോയ കാരണം കൊണ്ട് ശരിക്കും പറയണമെങ്കിൽ ഡിസ്റ്റംബർ വന്നിട്ടുള്ള ഒരു ഡോഗ് ഇങ്ങനെയല്ല, ഡെഡായി പോവും. അപ്പോൾ ഡിസ്റ്റംബർ വന്നു പോയേ അതിന്റെ സൈഡ് എഫക്റ്റുകളാണ് ഇവന് ഇപ്പൊ ഉള്ളതാണ്. അപ്പൊ അതേ കണ്ടോ, ഇവനിപ്പോ ഇങ്ങനെ ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറയണമെങ്കിൽ നമുക്ക് കണ്ടെടുക്കാൻ പറ്റില്ല ഇവരവസ്ഥ. ഞാൻ അധികം നീളിക്കണില്ല, അല്ലെങ്കിൽ നീ വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെ അധികം ഞാൻ കാണിക്കണില്ല. നമ്മളെന്തായാലും നാളെ നമ്മുടെ കുഞ്ഞിനെയും കൊണ്ട് പോവാണ്. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ ഗോപുവിന്റെ വീല്
ഗോപുവിന്റെ വീലിന്റെ കാര്യം കുറെ അതെ വീലിനെ കാണിച്ചപ്പോഴേക്കും ഗോപു ഓടി പോയത് കണ്ട. ഇവിടെ ഈ സംഭവം കുറെ പേര് എന്തോ ഹൈറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റും അങ്ങനെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയാം, നമ്മള് പുറത്തല്ല ഷൂട്ട് ചെയ്തത്. എല്ലാവരും വീഡിയോ കണ്ടല്ലോ, അകത്താണ് ഷൂട്ട് ചെയ്തത്. അകത്ത് വെച്ച കാരണം കൊണ്ട് ഈ സംഭവം ഇങ്ങനെ മിണ്ടാണെന്നേ അകത്ത് വെച്ച കാരണം കൊണ്ട് ഇത് ഇങ്ങനെ വൈഡായി പോയതാണ്. ഇവനെ ഈ സംഭവത്തിലേക്ക് കയറിയിരുന്നപ്പോ തന്നെ അവൻ നല്ല രീതിക്ക് പേടിയായി. അപ്പൊ പേടിയായ കാരണം കൊണ്ടാണ് നമ്മൾ അകത്തേക്ക് ആക്കിയിട്ട് ഷൂട്ട് ചെയ്തത്. അപ്പൊ അതേ ഞങ്ങൾ പുറത്ത് ആയിട്ട് ഓടി കളിക്കുന്ന ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും. അപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ വേഗം തന്നെ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. കാരണം നമ്മള് എന്താ പറയാ നല്ലൊരു ഹാപ്പിനെസ് ഇല്ല ശരിക്കും പറയുകയാണെങ്കിൽ ഈ വീഡിയോയ്ക്ക്. ടോമിസിന്റെ ആ ഒരു കാര്യം ആലോചിച്ചിട്ട് തീർച്ചയായിട്ടും എല്ലാവരും പ്രാർത്ഥിക്കുക നമ്മുടെ ടോമിസിന് വേണ്ടിയിട്ട് അവൻ സുഖം ഇതാവട്ടെ. എന്തായാലും ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞാൽ മാറും, സമയം എടുക്കും എന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പൊ നമ്മൾ വേഗം തന്നെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഓഹോ പിന്നെ കെട്ടിയിട്ട കാര്യം ആരും വന്ന് കമന്റ് ചെയ്യില്ല കേട്ടോ. കാരണം വേറെ ഒന്നുമില്ല, ഇപ്പൊ നിലവില് ഇവൻ കുഞ്ഞിന്റെ അവിടേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവനും കൂടി ചിലപ്പോൾ വന്നാൽ നമുക്ക് ഗോപുവിനൊക്കെ പറ്റിയൊന്ന് ആലോചിക്കുക എന്തായിരിക്കും. അപ്പൊ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് നാളെ തന്നെ വേഗം വരും. നാളെ ട്രീറ്റ്മെന്റിനുള്ള കാര്യങ്ങളായിരിക്കും. നാളെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ബൈ.